രാത്രിയുടെ നിശബ്ദതയിലേക്ക് മെല്ലെ പ്രവേശിക്കുമ്പോഴും കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ വൈറ്റില ജംഗ്ഷൻ ഉണർന്നിരുന്നു. എറണാകുളം ലുലു മോളിൽ നടന്ന ഒരു സിനിമ പ്രൊമോഷൻ കവർ ചെയ്ത ശേഷം യൂടോക് കോട്ടയം ചാനലിന്റെ റിപ്പോർട്ടറായ അമ്പാടിയും ക്യാമറമാൻ അഭിമോനും തങ്ങളുടെ സ്കൂട്ടറിൽ കോട്ടയത്തേക്ക് മടങ്ങുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു നവയുഗ ചാനലാണ് യൂടോക്. ഹോട്ടൽ തണൽ സ്ഥിതി ചെയ്യുന്ന വളവിലെത്തിയപ്പോൾ അമ്പാടി ശ്രദ്ധിച്ചു. പതിവില്ലാത്തൊരു തിരക്ക്. ആഡംബരത്തിന്റെ പ്രതീകമായ ഹോട്ടലിന്റെ മുന്നിൽ ഒരു വലിയ പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നു. ചുറ്റും നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുമുണ്ട്. അമ്പാടി അഭിമോനോട് പറഞ്ഞു, "അഭിമോൻ, വണ്ടി നിർത്ത്, ഇവിടെ എന്തോ വലിയ പ്രശ്നമുണ്ട്." അഭിമോൻ മറുപടി നൽകി, "സിനിമ പ്രൊമോഷൻ കഴിഞ്ഞതല്ലേ അമ്പാടി, നമുക്ക് വേഗം പോകാം." അമ്പാടി തന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികത ഉറപ്പിച്ചു. "നോക്കൂ അഭിമോൻ, വലിയ ചാനലുകളുടെ റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ പിന്മാറിയിരിക്കുന്നു. സ്വാധീനം കാരണം വാർത്ത മുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം നമ്മൾ പുറത്തു കൊണ്ടുവരണം. ഇതാണ് യഥാർത്ഥ വാർത്ത." അമ്പാടി തന്റെ തോളിലെ ബാഗിൽ നിന്ന് മൊബൈൽ ഫോണും ലൈവ് സ്ട്രീമിങ്ങിനുള്ള മൈക്കും എടുത്തു. അഭിമോൻ വേഗത്തിൽ പ്രൊഫഷണൽ ക്യാമറ ഓൺ ചെയ്ത് ലൈവ് ഫീഡിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവർ നാട്ടുകാർ കൂട്ടം കൂടി നിന്ന ഭാഗത്തേക്ക് പതുക്കെ ചെന്നു. ആദ്യം മൈക്ക് നീട്ടിയപ്പോൾ ഹോട്ടലുടമയുടെ സ്വാധീനം ഭയന്നാവാം പലരും സംസാരിക്കാൻ മടിച്ചു. അമ്പാടി നാട്ടുകാരോട് സ്വയം പരിചയപ്പെടുത്തി, "ഞാൻ യൂടോക് കോട്ടയം ചാനലിൽ നിന്നാണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലോകത്തിന്റെ മുന്നിലെത്തിക്കും. സത്യം മറച്ചു വെക്കില്ല. ധൈര്യമായി സംസാരിക്കണം." ഈ വാക്കുകൾ കേട്ടതും വർഷങ്ങളായുള്ള രോഷം മനസ്സിൽ കൊണ്ടു നടന്ന കേശവൻ ചേട്ടനും ജോസഫും മുന്നോട്ട് വന്നു. അമ്പാടി കേശവൻ ചേട്ടനോട് ചോദിച്ചു, "ചേട്ടാ, ഈ ഹോട്ടലിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് എന്തിനാ ഇവിടെ റെയ്ഡ് ചെയ്തത്?" കേശവൻ മറുപടി നൽകി, "മോനെ, ഇവിടെ സ്പാ എന്ന പേരിലാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാശും സ്വാധീനമുള്ളവരുടെ കച്ചവടമായിരുന്നു ഇത്. ഈ ഹോട്ടൽ ഒരുപാട് കാലമായി നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. നാട്ടുകാര് പലവട്ടം പോലീസിൽ വിവരം അറിയിച്ചു. പക്ഷേ കാശുള്ളവർക്ക് ഇവിടെ എന്തും ചെയ്യാമെന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇതാ പിടിച്ചിരിക്കുന്നു." അമ്പാടിക്ക് മനസ്സിലായി, ഇത് വെറും ഒരു പോലീസ് റെയ്ഡ് വാർത്തയല്ല, ഇതിന്റെ വേരുകൾ ആഴത്തിൽ പോയിരിക്കുന്നു. അമ്പാടി മൈക്ക് ജോസഫിന് നേരെ നീക്കി. ഹോട്ടൽ കെട്ടിടത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങളിലേക്ക് കടന്നു. അമ്പാടി ജോസഫിനോട് ചോദിച്ചു, "ജോസഫേട്ടാ, ഈ കെട്ടിടം അനധികൃതമായാണ് പണിതതെന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. ഇതിന്റെ പിന്നിൽ കോർപ്പറേഷനിലെ അഴിമതിയുടെ സ്വാധീനം എന്തെങ്കിലും ഉണ്ടോ?" ജോസഫ് രോഷത്തോടെ പറഞ്ഞു, "ഉണ്ട് മോനെ, സംശയമില്ല. നീ നോക്ക്, ആ ഹോട്ടലിന്റെ പിന്നിലുള്ള ആ വഴി, അത് ഞങ്ങളുടെ പൊതുവഴിയായിരുന്നു. തോട് നികത്തി ആ വഴി അടച്ചു കെട്ടിയാണ് ഇവിടെ കെട്ടിടം വലുതാക്കിയത്. ഇതിനൊന്നും അനുമതി കൊടുക്കാൻ ഇവിടെ നിയമപരമായി ആർക്കും കഴിയില്ല. പക്ഷേ ഇവിടുത്തെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു. അവർ കണ്ണടച്ചു. നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു കൗൺസിലർ ഇതിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഹോട്ടലുടമ അവർക്കെതിരെ കേസും കൊടുത്തു. അധികാരം പണത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്." ജോസഫിന്റെ വാക്കുകൾ കേട്ടതും അമ്പാടിക്ക് കാര്യങ്ങൾ വ്യക്തമായി. ഇവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ ഈ നഗരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാധ്യമങ്ങൾ പേടിച്ച് പിന്മാറിയതാവാം. അഴിമതിയുടെ ആഴം മനസ്സിലാക്കിയ അമ്പാടി മാനേജറായിരുന്ന പി ജോസഫിനെ കുറിച്ച് വിവരങ്ങൾ ചോദിച്ചു. നിയമത്തെ ധിക്കരിക്കാൻ അയാൾക്ക് കിട്ടിയ ധൈര്യം എന്തെന്ന് അമ്പാടിക്ക് അറിയണമായിരുന്നു. അമ്പാടി ജോസഫിനോട് ചോദിച്ചു, "മാനേജറായിരുന്ന പി ജോസഫ് മുമ്പൊരു ജീവനക്കാരിയെ മർദ്ദിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണല്ലോ. അങ്ങനെ ഒരാൾക്ക് വീണ്ടും ഈ സ്ഥാനത്ത് വന്നതിന് പിന്നിൽ ഹോട്ടൽ ഉടമയുടെ സ്വാധീനം മാത്രമാണോ?" ജോസഫ് തീവ്രമായ നിസ്സഹായാവസ്ഥയോടെ പറഞ്ഞു, "ഹോട്ടൽ ഉടമയുടെ സ്വാധീനം മാത്രമല്ല മോനെ, അയാൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിലും സ്വാധീനമുണ്ട്. പണത്തിന്റെ ശക്തി കൊണ്ട് കേസിൽ സാക്ഷികൾ മൊഴി വരെ മാറ്റി, തെളിവുകളൊക്കെ ഇല്ലാതാക്കി. അതുകൊണ്ട് തന്നെ മർദ്ദകനായ ഒരു ക്രിമിനലിനെ വീണ്ടും ഇവിടെ വന്ന് ധൈര്യമായി നിയമം ലംഘിക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ ഗുണ്ടകൾ വരെ ഇവന്റെ ആളുകളാണ്. ഇത്രയും കാലം ഞങ്ങൾക്ക് നീതിക്ക് വേണ്ടി നിലവിളിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് കിട്ടിയത് വെറും നിശബ്ദത മാത്രം." അമ്പാടി ഉടനെ തന്നെ അഭിമോനോട് ക്യാമറ ഹോട്ടലിലേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ വാക്കുകൾക്ക് ദൃശ്യഭാഷ നൽകി. ഹോട്ടലിന്റെ ആഡംബര ചുവറുകൾക്കുള്ളിൽ ഒളിപ്പിച്ച അഴിമതിയുടെയും അനീതിയുടെയും കഥ അവന്റെ മൊബൈൽ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ആയിരക്കണക്കിന് മലയാളികൾ കണ്ടു. റിപ്പോർട്ടിംഗ് പൂർത്തിയാക്കി അമ്പാടി നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസവും ദൃഢതയും നിറഞ്ഞു.
അമ്പാടി ക്യാമറയിൽ നോക്കി സംസാരിച്ചു. വർഷങ്ങളായി ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരുന്ന നിയമലംഘനങ്ങളുടെയും അഴിമതികളുടെയും കഥകളാണ് നിങ്ങൾ കേട്ടത്. പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ഫലത്തിൽ നിയമം ധിക്കരിക്കപ്പെട്ടു. ഈ റെയ്ഡ് വെറും തുടക്കമാണ്. അമ്പാടി ജനങ്ങളിലേക്ക് തിരിഞ്ഞു, സന്ദേശം നൽകി. അഴിമതിയെ ഭയന്ന് മിണ്ടാതിരിക്കേണ്ട. ഓരോ പൗരനും ധൈര്യത്തോടെ ശബ്ദമുയർത്താൻ തീരുമാനിച്ചാൽ, സത്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിന്നാൽ എത്ര വലിയ സാമ്രാജ്യവും തകരും. നീതി എന്നത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെയോ അധികാരികളുടെയോ ഔദാര്യമല്ല. അത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. ആ അവകാശം തിരികെ പിടിക്കാൻ ഓരോ വ്യക്തിയും ചോദ്യം ചോദിക്കുന്ന ഒരു പോരാളിയായിരിക്കണം. ഈ ലൈവ് റിപ്പോർട്ടിംഗ് ഒരു തുടക്കമാകട്ടെ. അമ്പാടിയുടെ ലൈവ് റിപ്പോർട്ട് വൈറ്റിലയിൽ തീ പടർത്തി. യൂട്യൂബ് കോട്ടയം എന്ന ചെറിയ ഓൺലൈൻ ചാനലിലൂടെ പ്രവഹിച്ച സത്യത്തിന്റെ ഒരു പ്രവാഹം കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളെ ഇളക്കി തന്നെ മറിച്ചു. വലിയ മാധ്യമങ്ങൾ പേടിച്ചൊഴിവാക്കിയ വാർത്ത നിമിഷ നേരം കൊണ്ട് ജനകീയ പ്രക്ഷോഭമായി വളർന്നു. ഹോട്ടൽ തണലിന്റെ ഉടമയുടെ സ്വാധീന വലയങ്ങളെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു തുടങ്ങി. ജനകീയ സമ്മർദ്ദം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. ഉറച്ച രാഷ്ട്രീയ അടിത്തറയുണ്ടായിരുന്നിട്ടും ഹോട്ടൽ ഉടമയ്ക്ക് മുന്നിൽ പ്രതിരോധം തീർക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല. പ്രതിഷേധത്തിന്റെ കൊടുമുടിയിൽ ഒരാഴ്ചക്കുള്ളിൽ കോർപ്പറേഷൻ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നു. കൈക്കൂലി വാങ്ങി അനധികൃത നിർമ്മാണത്തിൽ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡും ചെയ്തു. നിയമപരമായ പോവഴികളെല്ലാം അടഞ്ഞതോടെ തണൽ ഹോട്ടലിന്റെ അനധികൃത ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവുമിറക്കി. ആഴ്ചകൾക്ക് ശേഷം വൈറ്റില ജംഗ്ഷനിൽ മറ്റൊരു കാഴ്ച അരങ്ങേറി. നീതിന്യായ വ്യവസ്ഥയുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ തണലിന്റെ കെട്ടിടത്തിലേക്ക് ഇരച്ചെത്തി. വർഷങ്ങളായി നിയമം ലംഘിച്ച് കൊട്ടിയടിച്ച പൊതുവഴിയും തോടും നികത്തിയ ഭാഗങ്ങളുമെല്ലാം തകർന്നു വീണു. കേശവൻ ചേട്ടനും ജോസഫും മറ്റു നാട്ടുകാരുമെല്ലാം ആ കാഴ്ച കണ്ടുനിന്നു. അവരുടെ മുഖങ്ങളിൽ ഭയമായിരുന്നില്ല, സമാധാനമായിരുന്നു. ജോസഫ് ആത്മകഥം പോലെ മന്ത്രിച്ചു. ഞങ്ങൾ നീതിക്ക് വേണ്ടി നിലവിളിച്ച വഴികൾ അത് തുറന്നു കിട്ടിയിരിക്കുന്നു. കേശവൻ സന്തോഷം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചെറിയ പയ്യൻ അമ്പാടി, അവൻ ധൈര്യത്തോടെ മൈക്ക് പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. ഹോട്ടൽ ഉടമയുടെ സ്വാധീനം തീർന്നു. മാനേജറായിരുന്ന പി ജോസഫ് പഴയ കേസുകളിലും പുതിയ അനാശാസ കേസുകളിലും പ്രതിയായി വീണ്ടും അറസ്റ്റിലായി. നിയമത്തിന്റെ മുന്നിൽ പണത്തിന്റെയും സ്വാധീനം താൽക്കാലികം മാത്രമെന്ന് തെളിയിക്കപ്പെട്ടു. ഹോട്ടലിന്റെ ഭിത്തികൾ വീണപ്പോൾ വീണത് ഒരു കെട്ടിടം മാത്രമായിരുന്നില്ല. അഴിമതിയും അനീതിയും കൈകോർത്തപ്പോൾ രൂപപ്പെട്ട ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. അമ്പാടി തന്റെ സ്കൂട്ടറിൽ അഭിമോനോടൊപ്പം ആ കാഴ്ച കണ്ടു നിന്നു. അവന്റെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നില്ല, മറിച്ച് ഒരു ജേർണലിസ്റ്റിന്റെ ധാർമ്മികമായ കടമ നിർവഹിച്ചതിന്റെ സംതൃപ്തിയായിരുന്നു. അമ്പാടി സ്വയം ഓർത്തു പറഞ്ഞു, ഇവിടെ നീതി നടപ്പാക്കിയത് എന്റെ ചോദ്യങ്ങളല്ല, സത്യം വിളിച്ചു പറയാൻ തയ്യാറായ ഈ സാധാരണക്കാരാണ്. ഓരോ പൗരനും പോരാളിയായതിന്റെ വിജയമാണിത്. വൈറ്റിലയിലെ ജനതയ്ക്ക് അവരുടെ പൊതുവഴി തിരികെ ലഭിച്ചു. നിയമം അതിന്റെ യഥാർത്ഥ പാതയിലേക്ക് തിരികെ വന്നു. അമ്പാടിയുടെ ചെറിയ മൈക്ക് വലിയൊരു വിപ്ലവത്തിന്റെ വാഹകനായി മാറി. ആ രാത്രി കൊച്ചി നഗരം ഉറക്കെ പ്രഖ്യാപിച്ചു, പണത്തിന്റെ മീതെയാണ് പൗരന്റെ ശബ്ദം.